നമസ്കാരം. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും ആശംസകളും അഭിനന്ദനങ്ങളും. മുസ്ലിം സഹോദരങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങിയ മുസ്ലിം സഹോദരങ്ങൾക്ക് എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. നോമ്പ് പ്രമാണിച്ച് നമ്മുടെ പരിപാടി 8 മണി എന്നുള്ള 7:45 തുടങ്ങുന്നത്. നോമ്പ് കഴിയുന്നവർ 7:45 ബഹുമാന്യം. ഇതൊരു വിലയിരുത്തലാണ്, ഒരു അഭിപ്രായമാണ്, ഒരു സാധ്യത പഠനം കൂടിയാണ്. 1921 കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ സംഘടനകളും സംഘർഷങ്ങളും ഉണ്ടായി. അത് തുടങ്ങിയത് ജന്മി കുടിയാൻ, ജന്മികളുടെ മൂരാച്ചി സ്വഭാവത്തിൻ്റെ കഷ്ടത അനുഭവിക്കുന്ന കർഷക തൊഴിലാളികൾ ജന്മിമാർക്കെതിരെയാണ് തുടങ്ങിയതെങ്കിലും അത് അവസാനം ജാതീയമായി തിരിഞ്ഞു, അല്ലെങ്കിൽ അത് ജാതിയുമായി തിരിച്ചുവിട്ടു. ഞാനിത് പറയുന്നത് 1921 എന്ന് പറയുമ്പോൾ 2021 100 വർഷം കഴിഞ്ഞു, 2025 ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ ലോകത്ത് 100 വർഷത്തിലൊരിക്കൽ ആവർത്തിക്കാറുണ്ടെന്ന് ചില കണക്കുകൾ പറയുന്നു. അപ്പോൾ അതിലൊരു 10% 90 ആകാം, 110 ആകാം, ഇവിടെ 104 ആകുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അന്ന് കർഷകരും ജന്മികളും തമ്മിലുള്ള സമരം അല്ലെ വിഷയങ്ങളെല്ലാം അവസാനം വർഗീയമായി തിരിഞ്ഞതുപോലെ കേരളത്തിൽ സാമുദായ ധ്രുവീകരണത്തിൻ്റെ ഫലമായി വലിയധികം സംഘടനകൾക്കും സംഘർഷത്തിനും സാധ്യതയുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അന്ന് ആ സംഘടനകൾക്കും സംഘർഷത്തിലും ബ്രിട്ടീഷുകാരുടെ ഒപ്പം നിന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ. മുഴുവൻ ക്രിസ്ത്യാനിയല്ല, കുരുഭാഗം. അതായത് തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിച്ച ഒരു കൂട്ടം ക്രിസ്ത്യാനികളാണ് അവസാനം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടത് മലബാറിലെ കർഷക തൊഴിലാളികൾ. പക്ഷെ അവർ കർഷക തൊഴിലാളികൾ മുസ്ലിമായി പോയി, അവർക്കെതിരെ നിന്നത് പ്രശ്നം നീണ്ടുപോയതൊക്കെ. ആ ഒരു അവസ്ഥ വേറൊരു രീതിയിൽ ഇന്നിപ്പോൾ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക. അവിടെ കർഷകർക്ക് വേണ്ടിയാണ് ആ മുസ്ലിം സുഹൃത്തുക്കൾ പ്രവർത്തിച്ചെങ്കിൽ ഇവിടെ UDF, LDF, ഇപ്പോൾ BJP അല്ലെങ്കിൽ NDA 3 മുന്നണികളാണ്. അപ്പോൾ NDA മുന്നണി അല്ലെങ്കിൽ BJP പ്രസ്ഥാനം വരാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ ഏതാണ്ട് 99% മുസ്ലിങ്ങളും BJP വരുന്ന അനുകൂലമല്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? LDFനെ സപ്പോർട്ട് ചെയ്താൽ UDF ക്ഷീണിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് LDFനെ നേരത്തെ സപ്പോർട്ട് ചെയ്ത മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം കൂടി ഇപ്പോൾ UDFനെ സപ്പോർട്ട് ചെയ്യേണ്ട ഗതികേടിലെത്തി. കാരണം BJP വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഭരണം വരാതിരിക്കാൻ വേണ്ടി. ഇതിൻ്റെ പരിണത ഫലമെന്ന നിലയിൽ LDFും NDAയും കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എതിരെയാണ് ഇപ്പോൾ പ്രവർത്തനം മുഴുവൻ. അവർ തമ്മിൽ ഇക്കാലത്തെ പേരിൽ ഒരു അന്തർധാരയും രഹസ്യ പ്രവർത്തനമുണ്ട്. അതിൽ അറിഞ്ഞോ അറിയാതെയോ ശുദ്ധഗതിക്കായ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം, ചെറിയൊരു വിഭാഗം അനുകൂലമുണ്ട്. അതിനു വേണ്ടി കാസിയുടെയും ക്രിസംഗികളുടെയും ഒക്കെ പ്രവർത്തനം. അതിൽ ഒരു ശതമാനം മറ്റുള്ള 99 പറയാൻ അങ്ങനെ 1% മുസ്സംഖികളുണ്ട്, പിന്നെ ക്രിസംഖികളുണ്ട്, പിന്നെ സംഖ്യകളുണ്ട്. ഇവരെല്ലാം ഒരു കൈയാണ്. അപ്പോൾ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ സമുദായത്തെ വോട്ട് കുറച്ച് BJPക്ക് പോകുകയാണെങ്കിൽ അത് LDFനെ സംബന്ധിച്ച് LDFന് ഗുണം ചെയ്യും. അത് ഏതുപോലെ എന്നറിയോ? മുസ്ലിം സമുദായത്തിൻ്റെ കുറേ വോട്ട്, ഏതാണ്ട് ഒരു 3-4% വോട്ട് UDFിലേക്ക് മടങ്ങിപ്പോവും. വോട്ട് മാത്രം, ആൾക്കാരല്ല. ആ ഒരു ക്ഷീണം പരിഹരിക്കാൻ ക്രിസ്ത്യൻ സമുദായത്തിൽ കുറച്ച് വോട്ട്, അത്രയും വോട്ട് BJPയിലേക്ക് തിരിച്ചു വിട്ടാൽ മാർക്സിസ്റ്റ് പാർട്ടി LDFിൻ്റെ ക്ഷീണം അറിയില്ല.
അങ്ങനെ ഒരു വശത്തോടെ അതിനീചമാവും ഗൂഢവുമായി പ്രവൃത്തി നടക്കുന്നു. ഇവിടെ എൽ ഡി എഫ് മനസ്സിലാക്കേണ്ട കാര്യം, എൽ ഡി എഫിന് വിരോധം കൊണ്ടല്ല. യു ഡി എഫ് നശിച്ചു പോയാൽ, കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് നശിച്ചു പോയാൽ പിന്നെ വരുന്നത് ബി ജെ പി നയിക്കുന്ന പ്രസ്ഥാനമാവും, പിന്നെ എൽ ഡി എഫ് നടക്കും. അത് കാലക്രമേണ എൽ ഡി എഫ് പിന്നെ തകർന്നു പോകും. അപ്പോൾ പിന്നെ ബി ജെ പി മാത്രവും. ഇന്ത്യയിൽ ഇന്ന് കാണുന്ന പോലെ പ്രതിപക്ഷ ശക്തിയില്ലാതെ വരും, കേരളത്തിൽ പോലും. അതിന് പരിഹാരം കാണുന്ന ദീർഘവീക്ഷമുള്ള മുസ്ലിം സമുദായത്തിലെ ചില നേതാക്കൾ കാലേക്കൂട്ടി തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എൽ ഡി എഫ് വിരോധം കൊണ്ടല്ല, പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ വിഷയമായതുകൊണ്ട് ഇത്തവണ ഇലക്ഷനിൽ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു ക്ഷീണമാണ്. പക്ഷെ അവർക്ക് നേരിട്ട് എതിർക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവർ കണ്ട വഴി എന്താണ്? ആ ക്ഷീണം തീർക്കാൻ വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു നിശ്ചയ ശതമാനം വോട്ട് ബി ജെ പിയിലേക്ക് മാറ്റുക, കഴിയുമെങ്കിൽ ചെറിയ ശതമാനം വോട്ട് എൽ ഡി എഫിലും കിട്ടുക. അപ്പോൾ അത് ഈക്വലൈസേഷൻ, സമതുലിതാവസ്ഥ അങ്ങനെയാക്കാം. അങ്ങനെ ചിന്തയൊക്കെ ഉണ്ട്. നാട് നന്നാകുന്ന കാര്യത്തിൽ നന്നാക്കുന്ന കാര്യത്തിൽ മാത്രമേ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഇതുപോലെ കുരുട്ട് ബുദ്ധിക്കൊന്നും ഒരു കുഴപ്പമാർക്കില്ല. എല്ലാ പാർട്ടികളും ബുദ്ധിയുണ്ട്, കുരുട്ട് ബുദ്ധിയാണ്, നാട് നന്നാക്കാനല്ല. അതിൻ്റെ തീക്ത ഫലം അനുഭവിക്കുന്ന ഇന്ന് കേരളത്തിൽ മുസ്ലിം സമുദായമാണ്. ഈ വേറൊരു വശം കൂടിയുണ്ട്. ഈ മുസ്ലിം സമുദായത്തിലെ ബുദ്ധിജീവികൾ ചിന്തിക്കുക, മറ്റിതര സമുദായത്തിലെ ബുദ്ധിജീവികൾ ചിന്തിക്കുക. എന്താണെന്ന് വെച്ചാൽ ലോകത്തിന് 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. എങ്കിലും ഈ സമുദായത്തിൽ പ്രതികരണശേഷിയുള്ള അപൂർവം വിഭാഗങ്ങൾ, ഒരു വിഭാഗം കേരളത്തിലെ മുസ്ലിങ്ങളാണ്. ബാക്കി വടക്കേ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ അത്ര പ്രതികരിക്കുന്നില്ല. അങ്ങനെ പ്രതികരണശേഷി അല്പങ്ങളുള്ള ഒരു സമുദായമാണ് കേരളത്തിൽ മുസ്ലിം. അതിനെ തകർക്കുക എന്നുള്ളത് അന്തർദേശീയ ഗൂഢാലോചനയുണ്ട്. അമേരിക്കയിൽ പോകട്ടെ, ഇസ്രായേലും. അതിന് അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്, ഇത് എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയില്ല, മാർഗമാണ് ഈ പ്രതികരണശേഷി അല്ലെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലാ സമുദായത്തിലുമുണ്ട്. അവർ വേണമെങ്കിൽ നമുക്ക് തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ വർഗീയവാദികളെന്നോ അല്ലെങ്കിൽ സാമൂഹിക ദ്രോഹികളൊക്കെ പറയാം. അങ്ങനെ വിഭാഗം എല്ലാത്തിലുണ്ട്. പക്ഷെ മുസ്ലിം സമുദായത്തിൽ കുറച്ച് കൂടുതലുണ്ട്. അവരാണ് പ്രതികരിക്കുള്ളൂ. സംഘപരിവാർ ഒരു ലഹള ഉണ്ടാക്കിയാൽ അതിന് പ്രതികരിക്കുക ഈ ഒരു വിഭാഗം ചാടി ഇറങ്ങുള്ളൂ. മറ്റ് മുസ്ലിങ്ങളൊന്ന് ചിന്തിക്കും. അങ്ങനെ കുറച്ചുള്ളൂ കേരളത്തിൽ. അപ്പോൾ അവരെന്താ വെച്ചാൽ ഒരു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആകർഷിക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിപ്പിച്ച് കൂടെ നിർത്തിയിട്ട് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് പണവും കൊടുത്ത് പല ആനുകൂല്യം കൊടുത്തിട്ട് ഇപ്പതേ മലരും ഇത് നോക്കാൻ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ അവരെല്ലാം കൊണ്ട് എവിടെ ഇട്ടുന്നൂലും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മനഃശാസ്ത്രം എന്തറിയോ? പെട്ടെന്ന് പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു വിഭാഗം യുവാക്കൾ അവരെല്ലാം കണ്ടുപിടിച്ച്, അത് ഈ വഴി കൊടുത്താൽ മതി, കണ്ടുപിടിച്ച് പോപ്പുലർ ഫ്രണ്ട് അങ്ങനെ കൂടി വരുത്തി അവരെല്ലാം കൊണ്ട് എവിടെ ഇട്ടിരിക്കുക അറിയില്ല. അപ്പോൾ ഇനി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു വിഭാഗം, ആ പെട്ടെന്ന് പ്രതികരിക്കുന്നത് നല്ലതെന്നും പറയുന്നില്ല, പക്ഷെ പ്രതികരിച്ചില്ലെങ്കിൽ പെരുമ്പാവൂർ ഇതുപോലെ സംഘപരിവാർ വന്നു. ഇവർ മനസ്സിലാക്കണം, അവർ പല പാർട്ടി ലീഗ് ഉൾപ്പെടെ പല പാർട്ടിയുണ്ടായി. പക്ഷെ അവരൊന്നും എതിർക്കാൻ നിന്നാൽ STPക്കാർ മാത്രമേ എതിർക്കാണ്ടേ ഉള്ളൂ, നേരിട്ട് നിൽക്കാവുള്ളൂ, ബാക്കിയെല്ലാം ഓടിപ്പോയി. അങ്ങനെയുള്ള വിഭാഗം ഒരു തീവ്രവാദികളോ അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നല്ല ശതമാനത്തെയോ ഇതുപോലെ സംഘടനയാക്കി അകത്താക്കി ഇപ്പോൾ യാതൊരു ഇല്ല. അവർ പ്രതികാരം ശേഷിക്കേണ്ട കുറേ ആൾക്കാർ പോയി. ഇതെല്ലാം വളരെ ആസൂത്രിതമാണ്. പക്ഷെ ഇതൊന്നും മുസ്ലിം സമുദായത്തിലെ നേതാക്കളോ മുസ്ലിം ലീഗോ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഈ ഒരു സംഘർഷത്തിനൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ നോമ്പ് കാലാണ്. പരിശുദ്ധമായ റമളാൻ്റെ തുടങ്ങുന്നു. 1 4 2 പടച്ചവൻ അള്ളാഹു പുറത്തിട്ടെ. അതിൽ നല്ലൊരു ശതമാനം മുസ്ലിം ലീഗ് തന്നെയാണ് കാരണം. എന്തുകൊണ്ടെന്ന് അറിയോ? അവർ കുഴപ്പക്കാരായിട്ടല്ല, പക്ഷെ അവർ ഈ ദുഷ്ടത ഫലം ചെയ്യുന്നില്ല. അവർ ആ പേരിൽ നിൽക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അത് താങ്ങാൻ പറ്റാതെ പ്രതിഷേധം ഉണ്ടാക്കുന്നത്. അതേ സ്ഥാനത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ പേരൊന്ന് മാറ്റ്, എന്നിട്ട് ദേശീയ താരിലുണ്ടാക്ക്, എടുത്ത് നിങ്ങൾ മുഖ്യമന്ത്രി ആയിക്കോ, ഭരിച്ചോ, ഒരു കുഴപ്പമില്ല. ഇത് മുസ്ലിം ലീഗ് എന്ന് പേര് മാറ്റിയില്ല, അത് മറ്റ് ഇതര സമുദായങ്ങൾക്ക് അത് തലവേദനയാകുകയും ചെയ്യും, മുസ്ലിം സമുദായത്തിൽ പ്രത്യേകിച്ചും. അതാ ഞാൻ പറഞ്ഞത്, ഈ മുസ്ലിം ലീഗാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം ഹേതു എന്ന് പറയുന്നത്. കാരണം STP ഉണ്ട്, പോപ്പുലർ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ ഈ മുസ്ലിം ലീഗാണ്. അതിനർത്ഥം മുസ്ലിം ലീഗുകാർ കുഴപ്പക്കാരെന്നില്ല, പക്ഷെ അവരെ പേര് ഉപയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിനോട് ബുദ്ധിയുടെ അംശമുള്ള ഏതെങ്കിലും മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ ഇന്ന് ജാതിയുടെ പേരിൽ ഏതെങ്കിലും പാർട്ടി ലോകത്തുണ്ടോ?
സമുദായത്തെ ജാതിയുടെ പേരിൽ ഒരു പാർട്ടി ലോകത്തില്ല. ഈ ഒരു നശിച്ച പാർട്ടി പറയാൻ പാടില്ല, കാരണം ഞാനും മുസ്ലിമായി പോയില്ലേ. എന്നാൽ ഈ ഒരു പാർട്ടി മാത്രം എത്ര കൊണ്ടാലും 100 വർഷമായി എന്നിട്ട് നിന്നെടുത്തത് പോയി വഴുതനങ്ങ വരുപോലെ പടവലം വരുമ്പോൾ താഴോട്ട് പോവാണ്. പോയി ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി അതംബിച്ചിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ല. അവരിപ്പോൾ ഏതാ നേതാവ്? ഈ കുഞ്ഞാക്കയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാണ് അറിയപ്പെടുന്ന നേതാവ് മുസ്ലിം ലീഗിലുള്ളത്? കാരണം മനുഷ്യന് മരണം എന്നുള്ള ഉറപ്പാണല്ലോ. മാവോസെ തൂങ്ങോരി പോയില്ലേ, പ്രവാചകൻ മുഹമ്മദ് നബി പോയില്ലേ, യേശു ക്രിസ്തുദേവൻ മരണം അത് അനിവാര്യതയാണ്. അത് സംഭവിച്ചേ തീരൂ. മരിക്കാതിരിക്കലും ഒറ്റ മാർഗമുള്ളൂ, ജനിക്കാതിരിക്കണം. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ജനിച്ചു കഴിഞ്ഞു, അപ്പോൾ മരണം ഉറപ്പല്ലേ. പക്ഷെ പകരം സംവിധാനം അല്ലെങ്കിൽ ആ വളർച്ച നേതാക്കൾ വളർത്തുന്നുണ്ടോ? ഒരാൾ വളർത്തുന്നില്ല. എല്ലാം എനിക്ക് അങ്ങനെ കുഞ്ഞാലിക്കുട്ടി വേണ്ടി മാത്രം ഈ പാർട്ടിയെ തരം താഴ്ത്തി ഒതുക്കി ഇപ്പം ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി. എന്നിട്ട് ലീഗുകാർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇവിടെ കുഞ്ഞാലിക്കുട്ടി കാലം കഴിഞ്ഞ് ഈ പാർട്ടി ഇപ്പം ശിഹാബ് തങ്ങൾക്ക് കാലം കഴിഞ്ഞിട്ട് അനുജനിട്ട് വന്നില്ലേ. എന്നാ മനുഷ്യർ എന്താണ് ഒരു കഴിവ് പ്രാപ്തിയുള്ളത്? പാവമല്ലേ. അങ്ങനെയാണ് ഇത്രയും നിർണായകമായ സമയത്ത് ഒരു നേതാവൊക്കെ അങ്ങനെ പാവത്തടിച്ചിട്ട് കാര്യമുണ്ടോ? ദീർഘവീക്ഷമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ തുർക്കിയിലെ ആ ലേഖനം ഇപ്പം മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ല കാര്യമുണ്ടോ? അതിനർത്ഥം യാതൊരു രാഷ്ട്രീയ പാകതയും ദീർഘവീക്ഷണോ ബുദ്ധിയും അറിവും ആള് കുഴപ്പക്കാരനില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് ഞാൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച്. രാഹുൽ ഗാന്ധി കുഴപ്പക്കാരാണോ? വളരെ നല്ല മനുഷ്യല്ലേ. അപ്പം അതുകൊണ്ട് പ്രാപ്തിയില്ല. അത് പറയാൻ കാരണം ഇത് ബീഹാർ ഇലക്ഷൻ വരാണ്. ഇനി ഈ കൊല്ലം നടക്കുന്ന ഏക ഇലക്ഷൻ ബീഹാറിലാണ്. കഴിഞ്ഞ പ്രാവശ്യം 100 സീറ്റ് ചോദിച്ച് ആ മണ്ടനായി ലാലുവിൻ്റെ മോൻ കൊടുത്ത് 25 സീറ്റിൽ ജയിച്ചു. 4ൽ 3 ഭാഗം തോറ്റുകളി. അതുകൊണ്ട് ഭരണം പോയത്. ഇപ്പോൾ ഇന്ന് കേൾക്കുന്നത് 70 സീറ്റേ കിട്ടുള്ളൂ. അതിൽ 70 സീറ്റ് മത്സരിച്ചുള്ളൂ, 14 കിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇപ്പോഴും സീറ്റ് കൂടുതൽ ചോദിച്ചാൽ അത് അപകടമാണ്. ഒരു സീറ്റ് ചോദിക്കേണ്ട, കാരണം അത് മനസ്സിലാക്കണ്ടേ. എനിക്ക് സീറ്റിൻ്റെ എണ്ണ അല്ല സാർ, എത്ര MLA അസംബ്ലിയിൽ വിടാൻ പറ്റും അതാണ് നോക്കേണ്ടത്. നിങ്ങൾ 10 ലക്ഷത്തെ വോട്ടിലാണ് ജയിച്ചത്, അതുകൊണ്ട് കാര്യമില്ല. ഒരു വോട്ട് ജയിച്ചാൽ ജയം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി സീറ്റ് പങ്കിടുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് മാത്രം വാങ്ങിക്കുക. അപ്പോൾ ഒരു 40 സീറ്റിൽ ജയിക്കുമെങ്കിൽ ഒരു 50-60 വാങ്ങിക്കുക, ഒരു 50% കൂടുതൽ വാങ്ങിക്കുക. അല്ല നിങ്ങൾ 100-200% കൂടുതൽ വാങ്ങിച്ചത് എന്ത് പറ്റി? ഇപ്പോൾ എല്ലാം പോയില്ലേ. അതുപോലെ അതാണ് ഇത് പറഞ്ഞത്. അത് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മോശമാണോ? വെറും പാവല്ലേ, ശുദ്ധഗതിക്കാരല്ലേ. അത് പോരാ. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി യാത്രയിൽ എന്തോ ഉമ്മ കൊടുത്ത പറഞ്ഞതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ അവൻ ഭർത്താവ് വെട്ടിക്കൊന്ന് സഞ്ചിയിലാക്കി ഇട്ടേക്കാം. എന്തൊരവസ്ഥ. മനുഷ്യർ ഉൾക്കൊള്ളാൻ ഒരു ഭാര്യയൊക്കെ ഒന്ന് പരസ്യമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മുടെ കവി നെറ്റ് അപ്പോൾ നമ്മുടെ വിഷയം കേരളത്തിൽ പറഞ്ഞാൽ അതിസങ്കീർണമായ ഒരു ധ്രുവീകരണത്തിനും ഒരു ആപത്തിനും ഉണ്ട്. അത് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്തുമാത്രം സ്റ്റഡി ചെയ്യണമെന്ന് എനിക്കറിയില്ല. സ്റ്റഡി ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് കഥയാണ്. എന്തൊക്കെ പോരായി പറഞ്ഞാലും എന്തൊക്കെ ചായ ഉണ്ടാക്കിയാലും അരക്ഷാവസ്ഥ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അത് പോലീസ് ഡ്യൂട്ടിയാണ്, പോലീസ് കടമയാണ്. അവർ ചെയ്യുന്നുണ്ട്. അത്രകളുടെ ധ്രുവീകരണം. അതിൻ്റെയൊക്കെ മുന്നോടിയാണ് PC ജോർജിൻ്റെ ഈ ഇറക്കം. എന്താണ് PC ജോർജിനെ പറഞ്ഞ കാര്യവും ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ PC ജോർജിയുടെ നല്ല കാര്യം പറഞ്ഞ് അതിനെ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ എതിർക്കാണ് എന്നാണ്. എടോ എന്താ ഇപ്പം PC ജോർജ് പാലക്കാട് ഇലക്ഷനിൽ മുസ്ലിം തീവ്രവാദികൾ വോട്ട് ചെയ്താണ് മറ്റേ BJP തോൽപ്പിച്ച്, അല്ലെങ്കിൽ വയനാട് തോൽപ്പിച്ചൊക്കെ PC ജോർജ് അത് എന്ത് കണ്ടുപിടുത്താ? അവരവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നോക്കൂലേ. ഇപ്പോൾ BJP എത്രയോ സ്ഥലത്ത് 300 സ്ഥലത്തായിട്ട് ജയിപ്പിക്കാൻ നോക്കിയില്ലേ. അത് UDF അനുഭാവികൾ അവർ ജയിപ്പിക്കാൻ നോക്കും. അത് തെറ്റാണോ ജോർജ്? അതിവിടെ ABC ചാനലുകളുടെ മണ്ടന്മാരെ അത് തെറ്റാണോ? അത് വർഗീയതയാണോ? അവർ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ നോക്കും. അത് ഏതുപോലെ ഈ കോൺഗ്രസ് ചില ശില്പത്തിന് വന്ന മണ്ടത്തരം പോലെയാണ്. രജിസ്റ്റർ ചെയ്തൊരു പാർട്ടിയാണ് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിലെ ഒവൈസി. ആ ഒവൈസി മത്സരിച്ച് കോൺഗ്രസ് തോൽക്കുമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന ഇലക്കാണ് കേട് തോന്നുമ്പോലെ അങ്ങനെ ഒരു പാർട്ടി മത്സരിക്കുകയാണെങ്കിൽ അതിൽ ക്ഷീണം പറ്റുന്നവരല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർ മുന്നിലെടുക്കില്ല. കോൺഗ്രസ് ഈ ഗാർഗിയൊക്കെ പറയുന്നത് OIC മുന്നിലെടുക്കില്ല. ആസാമിലൊക്കെ ആ കണക്ക് അത് എടുക്കില്ല. അത് ശിവസേന എടുക്കാൻ കുഴപ്പമില്ല. ശിവസേന എത്ര വർഗീയമാണ്, എത്ര പ്രാദേശികവാദമാണ്, എത്ര മോശമായിട്ട് പ്രവർത്തിച്ചാണ് ശിവസേന ഇന്ത്യയിൽ.
BJP-യേക്കാൾ സംഘപരിവാരേക്കാൾ മോശമായിട്ടാണ്. പ്രത്യേകിച്ച് ബോംബെയിലൊക്കെ ദക്ഷിണേന്ത്യക്കാരെ വച്ചുകൊടുപ്പിൽ കൊന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. ആ പാർട്ടികളും പശ്ചാത്തപിച്ച് വന്നപ്പോൾ അതൊരു പ്രായശ്ചിത്തമായി കണക്കാക്കി അവർ കോൺഗ്രസ് എടുത്തു. അത് തെറ്റില്ല, സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മുടെ സുധീരൻ നേതൃത്വം, അത് വേറെ കാര്യം, അത് സുധീരൻ്റെ പോളിസിയാണ്. അതേസമയം ആസാമിൽ മുസ്ലിം നയിക്കുന്ന പാർട്ടി കൂടി ചേർക്കാൻ പറ്റില്ല. പിന്നെ ആന്ധ്രാപ്രദേശിൽ അയാൾ എടുക്കാൻ പറ്റില്ല. ഇവിടെ അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീയ, അത് ഒരിക്കൽ ജയശങ്കർ വക്കീൽ പറഞ്ഞിട്ടോ വലിയ അകൽച്ചയുണ്ട്. ജയശങ്കർ വക്കീൽ പറഞ്ഞത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വളരെ അടുത്ത് നിൽക്കാതെ, അങ്ങനെയില്ല. ഒരു വിഭാഗം ചില ബുദ്ധിമുണ്ടാക്കുന്നുണ്ട്. അത് വളരെയധികം ഒരു ധ്രുവീകരണത്തിൽ ഇടവരുന്നുണ്ട്. അത് സംഘർഷത്തിൽ കലാശിക്കും, ഒരു പൊട്ടിത്തീറുണ്ടാകും. അതിൻ്റെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. 100 വർഷം 104 വർഷം കഴിഞ്ഞു ഇപ്പോൾ 1924 സംഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഈ 25 എന്തോ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ബുദ്ധിയുള്ളവരും മനഃശാസ്ത്രജ്ഞരും പറഞ്ഞാണ്, ഫിലോസഫിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും. പക്ഷെ ഇത് എന്തുമാത്രം നമ്മുടെ കേരള പോലീസ് ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണകൂടം ഉൾക്കൊള്ളുന്നുണ്ട്, അത് ഭരണകൂടം ഗുജറാത്തിൽ നടത്തിയ പോലെ ബോംബെയിൽ നടത്തിയ പോലെ ഇത് അനുകൂലമാണെന്ന് അറിയില്ല. ഗുജറാത്തിൽ നടത്തിയതിൻ്റെ വർഷമാണല്ലോ 22 ഇന്നിപ്പോൾ 12/2002. എത്ര വർഷമായി? അവിടെ വളരെ കരുതിക്കൂട്ടി ചെയ്താണല്ലോ, യാതൊരു സംശയമില്ല, തെളിവുണ്ട്. എന്നിട്ട് ഇവിടെ നടപടിയൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ 35 ലിറ്ററോളം കൊള്ളുന്ന ക്യാനുണ്ടല്ലോ, ക്യാനിൽ നാളെ ഇത് വെള്ളം ഒഴിച്ചാലും ഒരു 10% തീവണ്ടിയിൽ വീഴുള്ളൂ, ബാക്കി 90% പുറത്തേക്ക് പോകുള്ളൂ. ഒരു ക്യാൻ കൂടി 2 ആൾക്കിട്ട് 10 ആൾക്കിട്ട് തുറയ്ക്കാമല്ലോ, 10 ആൾക്കിട്ട് തുറയ്ച്ചാൽ അത് വീഴുള്ളൂ. അത് കോടതിയിൽ കണ്ട് അന്വേഷണ കമ്മീഷൻ പറഞ്ഞുമാണ്. അന്ന് റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മളതിലേക്ക് കുറേ, അന്ന് റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് അല്ല, അന്ന് റെയിൽവേ മന്ത്രി പിന്നെ ഇദ്ദേഹമായിരുന്നു, നിതീഷ് കുമാർ ആയിരുന്നു. പക്ഷെ അതിന് മുമ്പ് റെയിൽവേ മന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ റെയിൽവേയായിട്ട് കുറേ ബന്ധമുണ്ട്, എനിക്കറിയാം, 5 വർഷം കൊണ്ടു നടന്നാള്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ്. അത് തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കാണിക്കേണ്ട പകരം ഗുജറാത്തിൽ സംസ്ഥാനത്തിൽ കൊണ്ട് വിശാലമായി കാണിക്കുകയാണ്. അങ്ങനെ അപകടം വന്നാൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടത്. അപ്പോൾ വളരെ ആസൂത്രിതമാണ്. BBC പറഞ്ഞത് മാത്രമല്ല, വളരെ ശരിയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഇതിൽ പറയാനും പറ്റില്ല, നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ കേരളത്തിലും ചില സംഘർഷങ്ങൾക്ക് ഇടയാക്കാൻ കാസ മുഖേന, ഇസ്രായേൽ മുഖേന, അമേരിക്ക ചില ഗ്രൂപ്പുകൾ മുഖേന, ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ മൗന സപ്പോർട്ടോടുകൂടി സംഘപരിവാറിൻ്റെ സഹായത്തോടെ വലിയൊരു ധ്രുവീകരണത്തിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ ധ്രുവീകരണത്തിൻ്റെ അനന്തരഫലം പൊട്ടിത്തെറി വലിയ ആപത്തുണ്ടാക്കും. അതാണ് ഇപ്പോഴും UDF-ഉം കോൺഗ്രസും മനസ്സിലാക്കേണ്ടത്. ഈ തീക്താനുഭവം മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് ഇവിടെ കോൺഗ്രസ് മുന്നണി കേരളത്തിൽ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതിൻ്റേതായ ഏതെങ്കിലും ഒരു പരിഗണന ഈ മുസ്ലിം സമുദായത്തിന് കൊടുക്കുന്നുണ്ടോ? കേരളത്തിലുണ്ടോ, കേന്ദ്രത്തിലുണ്ടോ? കേരളത്തിലെ 20% മുസ്ലിങ്ങളുണ്ട്. ഇന്നത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നലത്തെ പിന്നെ AICC യോഗം, AICC വർക്കിംഗ് കമ്മിറ്റി യോഗമുണ്ടല്ലോ, ആകെ കൂടി കേരളത്തിൽ പോയി ആരാണ് ഒരു പിന്നെ അസർ കണ്ടുകൊണ്ട് മടുത്ത മുഖാണെന്നേ. ഒരു പുതുമുഖങ്ങൾ കൊടുക്കണ്ടേ? ഇത് കോൺഗ്രസ് ആരെയും ഈ വയസ്സന്മാർ, ഈ സുധാകരനും മറ്റും പിന്നെ ഒരു വയസ്സന്മാരില്ലാതെ പുതുമുഖത്തിൽ കൊടുക്കുന്നില്ല. രാഹുൽ ഗാന്ധി ചെറുപ്പമൊക്കെ, എന്നാൽ രാഹുൽ ഗാന്ധി കൊടുത്ത പ്രായം കുറഞ്ഞവരെ പിന്നെ അവരത് കീഴെ കൊടുത്താൻ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം എന്താണ്, തന്നെ നടക്കാൻ പറ്റാത്ത സുധാകരൻ ഇപ്പം തന്നെ നിൽക്കാൻ പറ്റാത്ത സുധീരനെ ഏൽപ്പിക്കാമാണ്. സുധാകരിൽ നിന്ന് സുധീരിലേക്ക് എത്ര ദൂരമുണ്ട്? ഒരു ദൂരമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ജാതിയാന്ന് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു ഗുണവുമില്ല. പക്ഷെ എന്നാലും ആപത്തില്ല. ഈ ശുദ്ധൻ ദുഷ്ടഫലം ചെയ്യുന്ന പറയുമ്പില്ല, ഇവരൊക്കെ ശുദ്ധാത്മാക്കളാ, അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഉമ്മൻചാണ്ടി അങ്ങനെ ശുദ്ധാത്മാക്കൊന്നുമില്ല, അതേ ഫലം ഉണ്ടായി. അപ്പോൾ സുധീരനെയാണ് ഇപ്പോൾ മുന്നിൽ കൊണ്ടാ പോകുന്നത്. എന്തൊരു മണ്ടത്തരം നോക്കി. ഇന്നിപ്പോൾ ഒരു ചാനൽ പറഞ്ഞ് ജയപ്രകാശ് നാരായണ അടൂർ പ്രകാശിനെ ആക്കണം, പിന്നെ അല്ലെങ്കിൽ വേറൊരു നേതാവിൻ്റെ പേര് ഞാൻ പറ്റുക അദ്ദേഹം ആക്കണം. പക്ഷെ അദ്ദേഹം നായരായിപ്പോയി, അതുകൊണ്ട് ആക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ചില പ്രാസങ്ങളൊക്കെ നോക്കണ്ടേ, ഒത്തു നോക്കണ്ടേ? അത് വെച്ച് നോക്കുമ്പോൾ എല്ലാ പോസ്റ്റും ഈ 10% നായർ കൊടുത്താൽ അത് ശരിയാവുമോ? അത് മനസ്സിലാക്കത്തെ. എന്നാൽ ശശി തരൂരിനെ ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്രത്തിൽ കൊടുക്കൽ കേരളത്തിൽ കൊടുക്കാം. ഇത് പുള്ളിക്കാരനെ ആക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തു. ലിജു ഒരാളുണ്ട്, പേരങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രാസമാണ്, ഇതൊക്കെ ഒരു കണക്കാണ്.
ഒരു രീതിയാണ്. ആ രീതി വിട്ട് കളിക്കാൻ പറ്റുമോ? നമ്മൾ പ്രശ്നം തീർക്കാൻ വേണ്ടി രീതി വിട്ട് കളിച്ചിട്ട് എല്ലാവരും ഒരു കൊടുത്താൽ പിന്നെ പ്രിയങ്ക, രാഹുൽജി, സോണിയാജി 3 പേരും മന്ത്രിയാണ്. 4ാമത് പ്രായപൂർത്തി ആരും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ 4ാമത് ആയില്ല. വധേര ഒരു ശ്രമം നടത്തി, പക്ഷെ എപ്പോഴും ആൾക്കാർ എതിർക്കൊണ്ടായില്ല, അല്ലെങ്കിൽ വധേരയാവും. അങ്ങനെ കുടുംബാധിപത്യമാണോ? ഞാൻ കുടുംബാധിപത്യത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ ബീഹാറിൽ ഇലക്ഷൻ വരാൻ പോകണമെന്ന് തോന്നില്ല. ബീഹാറിൽ ഇലക്ഷനിൽ നിതീഷ് കുമാറിൻ്റെ മകൻ നിഷാദ് കുമാർ അദ്ദേഹത്തെ രാഷ്ട്രത്തിൽ ഇറങ്ങണമെന്ന് ലാലുവിൻ്റെ മോൻ ആണ് പറഞ്ഞത്. കുടുംബാധിപത്യം മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, ഉത്തർപ്രദേശിൽ, അത് എവിടെയെല്ലാം ഈ കുടുംബാധിപത്യമാണ്. അതെന്ത് രീതിയാണത് കുടുംബാധിപത്യമൊക്കെ വരുന്നത്? ജനാധിപത്യം പറയും ജീവന് കുടുംബാധിപത്യമാകാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിഷാദിന് ഇറക്കണമെന്ന് ലാലുവിൻ്റെ മുൻ പറഞ്ഞു. നിഷാദിനെ ഇറക്കാൻ BJP സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇത്തവണയും ഭരണം കിട്ടാനുള്ള സാധ്യത വളരെ വിവരമാണ്, വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നിർത്താൻ പോവാണ്. അതുകൊണ്ട് ഈ 1921 ഒരു 100 വർഷം കഴിഞ്ഞാണ് 2025. ഈ 25 കേരളത്തെ സംബന്ധിച്ച് എല്ലാ പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യത കാണുന്നത് അതുപോലെ ആഴത്തിലുള്ളതാണ്. അവിടെ തുടങ്ങിയത് കർഷകരും ജന്മിമാർ തമ്മിലാണെങ്കിൽ അത് പിന്നീട് സാമുദായിക ഐക്യ പോലെ ഇവിടെ അതുപോലെയാണ്. ഇവിടെ പാർട്ടികളാണ്, UDF LDF തമ്മിൽ വ്യത്യാസമാണ്. പക്ഷെ അത് അവസാനം ഇവിടെ ജാതീയതയിലേക്ക് കടക്കാണ്. അങ്ങനെ കടത്തല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരു മറ്റ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും LDF BJP എന്നും അങ്ങനെ ആ രീതിയിലേക്ക് രാഷ്ട്രീയമാക്കുക. അപ്പോൾ എന്ത് ചെയ്തും കേരളം പിടിച്ചെടുക്കുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ പിന്നെ അഭിലാഷമാണ്, അന്ത്യാഭിലാഷമാണ്. ഇത്രയും കാലമായിട്ട് നടന്നില്ല. കേരളം കൂടി പിടിച്ചു കഴിഞ്ഞാൽ തീർന്ന് പിന്നെ പ്രതികരണശേഷിയും പ്രതികരിക്കാൻ ആരുമില്ല സംഘപരിവാറിനെതിരെ. ഈ രാഹുലൊന്നും പ്രതികരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ആ നിലയ്ക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ ബുദ്ധിയുള്ള സമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ശ്രദ്ധിച്ച് സത്യം പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ മുസ്ലിങ്ങൾ മൊത്തത്തിൽ എന്തോ വലിയ അപരാധം ചെയ്തവരാണ്, രാജ്യദ്രോഹികളാണെന്നാണ് ഇവിടുത്തെ രഹസ്യമായി പ്രചരണം. അത് പരസ്യമായി തുടങ്ങി. പണ്ട് മുസ്ലിം ലീഗിനെ വിമർശിക്കില്ലായിരുന്നു. ഇപ്പോൾ അവർ കാര്യം മനസ്സിലാക്കി. ഇനി കായ്ഫലുള്ള മരത്തിലെ കുട്ടികൾ കല്ലെറിയുമെന്ന് പറയുമ്പോൾ ഇനി ലീഗിനിട്ട് കൊട്ടിയാലേ കഥ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ കയറിയിരിക്കുക. അത് അവസാനത്തെ കൈയാണ്. ഇത്രയും കാലം മുസ്ലിം ലീഗിനെ തങ്ങളെന്ന് എതിർക്കില്ല. ഇപ്പോൾ LDF UDF BJP എല്ലാം ലീഗിനെയും തങ്ങളെയും എതിർക്കാൻ തുടങ്ങി. അത് അവസാനത്തെ എതിർപ്പാണ്. അങ്ങനെ വന്ന് സാമുദായികമായിട്ട് അകൽച്ച ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി 10 വോട്ടിന് വേണ്ടി രാജ്യത്തെ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. ഇതെന്ത് മാത്രം കേരളത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് രഹസ്യാന്വേഷണ വകുപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങളുടെ മനഃശാസ്ത്ര വിദഗ്ധരും ഞങ്ങളുടെ ഞങ്ങളുടെ ഫിലോസഫിസ്റ്റുകളും ഞങ്ങളുടെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് കേരളത്തിൽ വകുപ്പ് കൂട്ടുന്നുണ്ട്, അത് ചില വിദേശ ശക്തികൾ സപ്പോർട്ടുണ്ട്, അതിനെ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.